ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു പേഴ്സണൽ വ്ളോഗ് ചെയ്യണം, ഒത്തിരി കാലമായിട്ട് ചെയ്യണമെന്ന് വെച്ച് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. ഇന്നെന്തായാലും അപ്പോൾ രാവിലത്തെ ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞാൽ പത്രം വായനയാണ് ഫസ്റ്റ് കാര്യം ചെയ്യുന്നത്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇന്നത്തെ രാവിലെ വെറും വയറ്റിൽ നല്ല അടിപൊളി ഇളം ചൂടോടെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കുമ്പോൾ കംപ്ലീറ്റ് ഹെൽത്താണ്. ഈ കാണുന്ന ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല, ഗ്രീൻ ടീ ഞാൻ എല്ലാ ദിവസവും കുടിക്കുന്നതാണ്. അപ്പോൾ അതൊരു ബെസ്റ്റ് ഒരു സാധനമായിട്ടാണ് ഞാൻ ഹൈലി റിഫ്രഷിങ്, ഹൈലി ഹെൽത്തി. ഷുഗർ യൂസ് ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾ കണ്ടല്ലോ തേനാണ് യൂസ് ചെയ്തത്, ഹണി. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആണ്. നമ്മുടെ ശരീരം മുഴുവൻ ക്ലെൻസ് ചെയ്യും. അതുപോലെ തന്നെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും വളരെയധികം പ്രയോജനമാണ്. നല്ല കിഴങ്ങ് സ്റ്റൂ, നമ്മുടെ ഷാഡോ കുട്ടന് പുട്ടുണ്ടാക്കുവാണ്. അവന്റെ ഫേവററ്റ് ആണ് പുട്ട്. ചൂടോടെ അവൻ ആ പുട്ട് കഴിക്കുമ്പോൾ സൂപ്പറാണ്, ഫുൾ സാറ്റിസ്ഫൈങ് ആണ്. ചിക്കൻ കഴിക്കുന്നതിനൊക്കെ ഇഷ്ടമാണ് അവൻ ഈ പുട്ട് കഴിക്കുന്നതല്ല, ചൂടോടെ. നല്ല അടിപൊളി സാധനമാണ്. എല്ലാ പ്രോട്ടീനും എനർജിയും എല്ലാം ഉണ്ട്. സോയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിന്റെ ഗുണങ്ങൾ. അടിപൊളി മണം. ലേശം പഞ്ചസാര കൊതിയന. അതിലേക്ക് അവന്റെ ഫേവററ്റ് സാധനമായ ബട്ടർ ഇത്തിരി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്തൊരു പിടി പിടിച്ച ലാശാൻ ഫുൾ ഹാപ്പി. നല്ല ചൂട് പുട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ഷാഡോയ്ക്ക് ആൾക്ക് ഇത്തിരി പുന്നാരം കൂടുതൽ. ഇത്രയും വലുതായിട്ടൊന്നും കാര്യമൊന്നുമില്ല, വാരി കൊടുത്താലേ പുള്ളിക്കാരൻ കഴിക്കും. ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലത്തെ ചെറിയ ചെറിയ പേഴ്സണൽ വ്ളോഗ്സ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യട്ടെ. നമുക്ക് പറ്റുന്ന വിധം നമ്മൾ ചെയ്യുന്നതറിയും. നല്ല ദാഹം. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഉച്ച സമയമായി. ഇനി എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടാവാം ബാക്കിയുള്ള പരിപാടി. ഐ മീൻ ലഞ്ചായിട്ട് കഴിയും. ചോറ് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. നമുക്ക് എന്തായാലും ഇന്ന് ഊണ് കഴിക്കാൻ പോകുന്നത് മറ്റെവിടെയല്ല, നമ്മുടെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷാപ്പിലാണ്. നമ്മുടെ കുട്ടനാട്ടിലുള്ള സ്വന്തം ഷാപ്പിലോട്ട് നമുക്ക് പോവാം. എന്ത് സുന്ദരം, എന്ത് രസമല്ലേ ഗൈസ് ഈ കാണാനായിട്ട്. എത്ര വന്നാലും മതിയാവാത്തൊരു റൂട്ടാണ് ഈ കുട്ടനാട് റൂട്ട്, നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ട് എന്ന് പറയുന്നത്. എത്ര തവണ വന്നാലും നമുക്ക് ഒരിക്കലും മടുക്കത്തില്ല. അത്രയ്ക്ക് ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. ഒരു 2-2:30 ആയിപ്പോ. അപ്പൊ അത് കാരണം ഷാപ്പില് ഊണ് കാണും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചു, പക്ഷെ അവര് പറഞ്ഞു ഊണ് കഴിഞ്ഞു പോയി, ബാക്കി കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊറോട്ട, അപ്പം, അതുപോലുള്ള ബാക്കിയുള്ള സാധനങ്ങളും അവൈലബിൾ ആണെന്ന് പറഞ്ഞു. കപ്പയും എല്ലാം അവിടെ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നമുക്കതൊന്ന് കണ്ടിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സാധനം എന്താണോ അത് നമുക്ക് നമ്മുടെ സ്വന്തം സ്ഥലം മിനി കൽപ്പകവാടി. ചേട്ടാ, കഴിക്കാൻ എന്തുണ്ടെന്ന് ചോദിക്കുന്നില്ല, കഴിക്കാൻ ഉള്ളതൊക്കെ നേരിട്ട് കണ്ട് നമുക്ക് ആവശ്യമുള്ള എടുത്താ പോരെ. വാ, അങ്ങോട്ട് പോയേക്കാം. ഓക്കെ, ഇവിടെ മുതലാളിയുണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു എനിക്കൊരു ഇത് വെക്കണമെന്ന്, വെച്ചില്ല. ബീഫ്, കക്ക ഫ്രൈ, പോർക്ക് ഫ്രൈ. ബീഫ് വേണ്ട, കക്ക ഫ്രൈ, പോർക്ക് ഫ്രൈ, ചെമ്മീൻ പോകുന്നതൊക്കെ അപ്പുറത്തുണ്ട്. ഞാൻ ചെമ്മീൻ നമ്മൾ അന്ന് മേടിച്ചല്ല, വേറെ എന്തെങ്കിലും വെറൈറ്റി അത് സെയിം തന്നെയാണ്. കിഴിയല്ല, കിഴി എന്ത് പിന്നെ? വാളക്കറി, വാളല്ലേ? വാളയുണ്ട്, വരാനുണ്ട്.
കാളാഞ്ചി. വാള എത്രയാണ് ഒരു പീസ്? അത് സൈസ് അന്ന് ഞാൻ ചെമ്മീനാ മേടിച്ചോണ്ട് പോയത് ഇവിടുന്ന്. ചെമ്മീൻ്റെ അത് ചെറിയ കൊഞ്ചുണ്ട്, അത് റോസ്റ്റായി തരാം. കൊഞ്ച് വേണം. വേണേ കിഴിയായിട്ട് തരാം. ചെമ്മീൻ കിഴി എന്ന് പറയുമ്പോ എങ്ങനെയാണ് അതിന്റെ സംഭവം, എന്തൊക്കെ വരുന്നത്? തേങ്ങാപ്പാൽ ഒഴിച്ച് തിക്ക് ഗ്രേവിയാണ്, ടേസ്റ്റ് ആണ്. അതെ, എന്നാ പിന്നെ അതൊരെണ്ണം പോരട്ടെ. അതും പിന്നെ അതിന്റെ കൂടെ എന്താണ്, ബ്രെഡ് അല്ല ചപ്പാത്തിയോ എന്താണ്? അപ്പം ചപ്പാത്തിയോ അപ്പം നിങ്ങൾ പറയുന്നതാണല്ലോ അതിന്റെ ഹട്ട് മീൻസ് നമ്മുടെ ഈ മോളിൽ കാണുന്ന സൗകര്യം ഉണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നത്, പക്ഷേ ചില ഗസ്റ്റുകൾ വന്നു അപ്രതീക്ഷിതമായിട്ട് ഓക്യുപ്പേഷൻ. നമ്മളിങ്ങോട്ട് വന്നപ്പോഴാണ് അവരും വന്ന് നമ്മൾ കാർ പാർക്ക് ചെയ്യുന്ന സമയം കൊണ്ട് അവർ മോളിൽ കയറി സീറ്റ് പിടിച്ചു. അപ്പൊ നമ്മളൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മളത് ബുദ്ധിമുട്ടല്ല. അതാണ് ഞാൻ പിന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം, ഹട്ടിൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാൻ ഞാൻ പറഞ്ഞു. ആക്ച്വലി ഒരു ഫാമിലി റൂമാണ്. കണ്ടാ ഇപ്പൊ 1, 2, 3 വേണമെങ്കിൽ ഇവിടെ ഒരു ടേബിൾ ചെയറും കൂടെ 4. ഇപ്പൊ കിടക്കുന്ന ടോട്ടൽ 7 ചെയർസ് ആണ്. പിന്നെ നമ്മളത് ഇവിടെ ചെയർ ഇടാൻ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ടേബിൾ ഇങ്ങനെ അവിടെ ഒരു ചെയർ ഇടാം. ടോട്ടൽ ഓഫ് അറൌണ്ട് ഒരു 10-12 പേർക്കൊക്കെ വേണേൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് കഴിക്കാം. അതാണ് ഈ ഒരു റൂമിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിനകത്ത് അധികം ചൂടും വരത്തില്ല, കോൺക്രീറ്റ് അല്ലാത്ത കാരണം ചൂടും വരത്തില്ല. പിന്നെ എൻജോയ് ചെയ്ത് കഴിക്കാം. പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഈ ഒരു ക്യാബിൻസ് ഉണ്ട്. പിന്നെ അവർ അപ്പുറത്ത് പടിഞ്ഞാറെ മൂലയ്ക്ക് വേറൊരു ഇതുപോലത്തെ എലിവേറ്റഡ് ഹട്ട് അവർ ഇപ്പൊ റീസെന്റ് ആയിട്ട് പണിയുന്നുണ്ട്. അതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. മോസ്റ്റ് സാറ്റിസ്ഫൈങ് എപ്പോഴും ചോറ് തന്നെയാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ ഊണിനും ഒരു ചേഞ്ച് ഒക്കെ വേണം എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇന്ന് ചോറ് കഴിക്കുന്നില്ല, പകരം അപ്പവും ചെമ്മീൻ കിഴിയുമാണ്. അപ്പൊ ഇത്തവണ എന്തായാലും ചെമ്മീന്റെ തന്നെ, എനിക്ക് ചെമ്മീൻ ഒരു വീക്ക്നെസ് ആണ് ആക്ച്വലി. കൂടുതൽ ബെസ്റ്റ് ഏതാ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? ഷെയ്ക്ക് അല്ല, ജ്യൂസ് മതി. ഷെയ്ക്ക് വേണ്ട. അത് ശരി. ഇപ്പൊ 3 പറഞ്ഞു, എല്ലാവരും 2 പേരും കൂടെ 3 പറഞ്ഞു കഴിഞ്ഞല്ലോ. മുന്തിരിയാണോ നല്ലത്, അതോ പൈനാപ്പിൾ ആണോ നല്ലത്? അതെ. അപ്പൊ ഇത് പിന്നെ ലാസ്റ്റ് എടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ. ഒരു ഗ്രേപ്പും കൂടെ. ഓക്കെ. ഒരു വെള്ളം ഒന്നേ, ഒരു ഗ്ലാസ്. ഓക്കെ. ഇത്ര അപ്പൊ ഒന്നും വേണ്ടായിരുന്നു. വേസ്റ്റ് ആകുമോ എന്ന് അറിയത്തില്ല. കഴിക്കാതെ പോയാൽ ഇവർ സമ്മതിക്കത്തുമില്ല. അതാണ്, കാശ് മേടിച്ചില്ലെങ്കിലും ഇവർ ഫുഡ് വേസ്റ്റ് ആക്കാൻ ഇവർ സമ്മതിക്കത്തില്ല. റൗണ്ട് അനുസരിച്ച് വന്നോണ്ടിരിക്കണ്ട. പിന്നെ അടിപൊളി. സൂപ്പർ സൂപ്പർ. കിഴി തുറന്നപ്പോ തന്നെ നമുക്ക് അതിന്റെ ഒരു എഫക്ട് കിട്ടും. പിന്നെ ആളുകൾ വന്നോണ്ടിരിക്കുവല്ലേ. സൺഡേ ആയതുകൊണ്ടായിരിക്കുമല്ലോ ഏട്ടാ. ചൂടാണ് സഹിക്കാൻ വയ്യാത്തത്. ഇതിന്റെ ആ മസാലയും എല്ലാം കൂടെ ചേർത്തതാ ഇങ്ങനൊരു പിടിച്ചാലുണ്ടല്ലോ മോനെ, പൊളിച്ച്. ഇതിനകത്ത് ആക്ച്വലി തേങ്ങാപ്പാലിന്റെ എഫക്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ട്. സാധാരണ ഗതിയിൽ നമ്മൾ തേങ്ങാപ്പാലിട്ട് വെക്കുന്ന കറികൾക്ക് അധികം അങ്ങോട്ട് എരിവ് വരത്തില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. തേങ്ങാപ്പാൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നോർമലി ആ കറി ഇത്തിരി സ്വീറ്റ് കറിയായി മാറും. എരിവും കൂടെ അതിന്റെ കൂടെ പച്ചമുളകും എല്ലാം നല്ലപോലെ ആനുപാതികമായിട്ട് ചേർത്തതുകൊണ്ട് തന്നെ ആ തേങ്ങാപ്പാലിന്റെ ആ ഒരു ചെറു മധുരവും ഫീൽ ചെയ്യും. അതിന്റെ ആ തേങ്ങയുടെ ആ ഒരു ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ നല്ല എരിവും ഫീൽ ചെയ്യും സംഭവങ്ങൾ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ചെമ്മീന്റെ ആ ഒരു തനതായിട്ടുള്ള നാച്ചുറൽ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും ചെമ്മീന്റെ. ആ കറിക്കകത്ത് കിടന്ന് കറിയുടെ ഫ്ലേവേഴ്സും കൂടെ അബ്സോർബ് ചെയ്ത ആ സവോള, അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ കിട്ടിയത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഈ അപ്പം ഉണ്ടല്ലോ, നല്ല കള്ളൊക്കെ ഒഴിച്ച് നല്ല പോലെ അഴിച്ച് നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാം. ആ ഇളം ചൂടോടെ നമുക്കത് മാത്രമായിട്ടും വേണമെങ്കിൽ കഴിക്കാം.
സവോള ഇതിനകത്തിരിക്കണേ, പിന്നെ 2 ചെമ്മീനും കൂടെ എടുത്തതാ, അതിന്റെ മുകളിലോട്ട് വെച്ച് ഒരു പച്ചമുളകും കൂടി എടുത്തതാ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മസാല, തേങ്ങ എടുത്തത്, തേങ്ങ അരച്ച മസാല. പച്ചമുളക് ഇട്ടുള്ള പരിപാടിയില്ല, ഇവനതാ ഇതേപോലെ ഇങ്ങനെ എടുക്കുക. പച്ചമുളകിലാണ് എന്റെ ഫസ്റ്റ് കടി എനിക്ക് കിട്ടിയത്. പക്ഷെ സംഭവം കൊള്ളാം. പണ്ടൊക്കെ കറിവേപ്പിലൊക്കെ എടുത്ത് മാറ്റിക്കളയാതെ, പക്ഷെ പിന്നീടാണ് ടേസ്റ്റ് നോക്കി കഴിക്കാൻ തുടങ്ങിയപ്പോൾ കറിവേപ്പിലയൊക്കെ വേണം. കശുവണ്ടി, നമ്മുടെ പച്ചമുളകും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഈ കശുവണ്ടി എല്ലാം കൂട്ടി അവരും പ്രത്യേക ഒരു ഫ്ലേവർ കേട്ടോ. കശുവണ്ടി തേങ്ങാക്കൊത്തും ഉണ്ട്, മസാലയും കൂടെ ചേർത്ത് കഴിച്ചല്ല പഞ്ച് വരത്തുള്ളൂ. ഇതുപോലെ തൂത്തുവാരി ഇട്ട മസാല മുഴുവൻ നമുക്ക് കഴിക്കാം. അത്രയും പെർഫെക്ഷൻ ഉണ്ട്. കറി ഇപ്പോഴും പകുതി ബാക്കിയാണ് മക്കളെ. കൈ നിറച്ച് ഈ കറി എടുത്തിട്ടും തീരുന്നില്ല. അത്രയും പെർഫെക്ഷനോടെ ഉണ്ടാക്കിയിരിക്കുന്നത് അവർ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും നല്ലതിന് കുറ്റം പറയരുത്. ഇത് ഞാൻ എല്ലാവർക്കും കണ്ണടച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. ഇത് ഒരിക്കലും നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്തില്ല. ഹൈലി റെക്കമെൻഡ്. നിങ്ങൾ ഇവിടെ മിനി കൽപ്പാവാടി വരുവാണെങ്കിൽ ഈ ഒരു ഡിഷ് കഴിച്ചിരിക്കണം. ചെമ്മീൻ കിഴി. അതിന്റെ എത്ര രൂപയാണെന്ന് ഞാൻ ചോദിച്ചിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പറയുന്നത്. പലരും നമ്മുടെ വീഡിയോക്കകത്ത് പറഞ്ഞു, ബ്രോ MD ബ്രോ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കുടിക്കുന്ന കാണുമ്പോൾ ഒരു വല്ലായ്മയാണ്. ഇതിപ്പോ കണ്ടില്ല, മദ്യമായാലും ബിയർ ആയാലും ഈവൻ വെള്ളം ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. എന്റെ രീതിയാണ്, ഞാൻ കള്ളല്ല, വെള്ളം കുടിക്കുമ്പോൾ ഞാൻ അങ്ങനെ കണ്ണടച്ച് കുടിക്കുന്നത് എന്റെ ഒരു ശീലമായിപ്പോയി. അല്ലാതെ അത് അതിനോടുള്ള വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ കട്ടി കൊണ്ടോ ഒന്നുമല്ല, അതെന്റെ രീതിയുടെ ഭാഗമായിട്ട്. ഗൈസ്, കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്, ഒന്നും പറയാനില്ല. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. വയറും ആവശ്യത്തിനേ നിറഞ്ഞുള്ളൂ. വിചാരിച്ചത് ഒത്തിരി നിറഞ്ഞു പോകുമെന്നാണ്. മനസ്സ് സംതൃപ്തി ആയതുകൊണ്ട് തന്നെ വയറ് നമ്മളെ ചതിച്ചില്ല. അപ്പൊ നമ്മുടെ ലാസ്റ്റ് റൗണ്ട് മൈക്കോടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ചേട്ടാ ഒരു രക്ഷയിലായിരുന്നു, അടിപൊളിയായിരുന്നു. സത്യം തോന്നി. ഞാൻ കഴിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞല്ലോ, എനിക്ക് ഇതിന്റെ ഒരു ഫീൽ നമുക്ക് കിട്ടും തുറക്കുമ്പോൾ തന്നെ. അപ്പൊ ഇതിന്റെ എത്ര രൂപയാണെന്ന് കൂടുതൽ പറഞ്ഞാൽ കാണുന്നവർക്ക് ഒരു സുഖമായിരിക്കും. അയ്യോ, കറക്റ്റായിട്ടുള്ള റേറ്റ് വേണേ. ഓക്കെ, അപ്പൊ പുള്ളിക്കാരൻ കുക്കിനോട് കറക്റ്റായിട്ടുള്ള റേറ്റ് ചോദിച്ചിട്ട് നമ്മളോട് പറയുന്നതായിരിക്കും. അപ്പൊ ഇൻ ദ മീൻ ടൈം നമുക്ക് ഈ അടിപൊളി ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ചിലതൊക്കെ പറയും ഗ്രേപ്പ് ജ്യൂസ് കഴിച്ചാൽ നമ്മൾ ചുണ്ടും മുഖത്തൊക്കെ മുട്ടിക്കഴിഞ്ഞ് ചൊറിയുമെന്ന്. പക്ഷെ അത് സത്യസന്ധമായ കാര്യമായിട്ടോ, എനിക്കറിയാം, എനിക്കും അതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ശ്രദ്ധിച്ച് മാത്രമേ ഈ ഗ്രേപ്പ് ജ്യൂസ് കുടിക്കാറുള്ളൂ. അപ്പൊ നമ്മുടെ ചേട്ടൻ വരുന്നുണ്ട്. എത്രയാണ്? 410. ഇത് എത്ര പോർഷൻ ഉണ്ട്? ഹാഫ് ആണ് അത്? ഫുൾ പ്ലേറ്റ് ആണ്. ആ ഒരു ഫുൾ ആണ്. ഓക്കെ, 410 രൂപ. പക്ഷെ 410 രൂപയാണെങ്കിലും 100% നമുക്ക് സംതൃപ്തിയാണ്. കാരണം അത്ര എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട് അതിനകത്ത്. പിന്നെ ഒരുപാട് താങ്ക്സ് ആ ഒരു ഡിഷ് നമുക്ക് സജസ്റ്റ് ചെയ്തതിന്. ഓക്കെ, അപ്പൊ അടുത്ത കാണാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ആ ഗ്രേപ്പ് ജ്യൂസും കൂടെ കൺക്ലൂഡ് ചെയ്തപ്പോ കംപ്ലീറ്റ് പാക്കേജ് എന്നൊക്കെ നമുക്ക് പറയാം. സത്യസന്ധമായുള്ള കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ നമുക്കിനി എന്തായാലും ഇവരുടെ
ബിവറേജിന്റെ ആ ഒരു മെനു നോക്കാം. ഡ്രിങ്ക്സ് ലിസ്റ്റ്. അതെ, ഓക്കെ ഗ്യാസ്. അപ്പോൾ ഡ്രിങ്ക്സ് ലിസ്റ്റിൽ നിങ്ങളിത് കാണുമ്പോൾ ഏറ്റവും ചീപ്പായിട്ട് ഞാൻ ഉദ്ദേശിച്ചു. ഞാനിപ്പോൾ ഒന്നും കൂടെ കൺസൾട്ട് ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഇതെല്ലാം ഓരോ 30യുടെ റേറ്റ് ആണ് ഈ കാണുന്നത്, അല്ലാതെ പെഗ് റേറ്റ് അല്ല. ഒരു 30ക്കാണ് 220. ജോളി റോജർ നമ്മുടെ ജോളി ചേച്ചിയൊക്കെ ഉണ്ട് 220 രൂപയായിരുന്നു 30ക്ക്. അപ്പൊ 440 രൂപ പാക്കേജ് അല്ല, അറൌണ്ട് സംതിങ് ലൈക്ക് ദാറ്റ്. സ്ട്രോങ്ങിന് 420 രൂപ, അത് എക്സാക്ട് റേറ്റ് തന്നെ കേട്ടോ. കൊറോണയുണ്ട്, കൊറോണയ്ക്ക് 560 രൂപ കേട്ടോ. എനിക്ക് ദൈവമേ പോയിക്കെങ്കിലും മാജിക് മൊമെന്റ്സ് അതെല്ലാം 30 ആണ്. വൈനൊക്കെ കാണുന്ന ബോട്ടിൽ റേറ്റ് ആണ് കേട്ടോ, അല്ലാതെ പെഗ് റേറ്റ് അല്ല. പെഗായിട്ടുള്ളത് 60 ml ഇതാ. സാന്റാക്രൂസ് മാത്രമേ ഉള്ളൂ 220. അതുപോലെ മാർട്ടിനി റോസ്. ഒരു 30ക്ക് 1100 രൂപ. സ്റ്റാൻഡേർഡ് മെഷർ ഈസ് 30. അത് ആദ്യമേ ഓർക്കണം. പെഗ് റേറ്റ് ആണെന്ന് കാര്യം ആരും ഓർഡർ ചെയ്ത് വിചാരിക്കല്ലേ. പിന്നെ ഈ കാണുന്നത് നോൺ ആൽക്കഹോളിക് സെക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഏതെങ്കിലും 2 പെഗാണ് ഓർഡർ ചെയ്തത്. വേണ്ടത് വൈന 260 മതി, അത്ര മതിയോ? വേറെ വല്ലതും മേടിക്കണം? എല്ലാം ശരിയാക്കി തരാം, എല്ലാം ശരിയാക്കി തരാം. എന്നെ ഞാൻ ജീവിക്കുന്നതിന് എനിക്ക് പറ്റുന്നില്ലല്ലേ. പിന്നെ നമുക്ക് വേണ്ടത് റെമി മാർട്ടിൻ. അയ്യോ, റെമി മാർട്ടിൻ മതിയോ? അതാണ് എത്ര വേണം മേടിച്ചു തരാം. ഒരു 30ക്കാണ് ഓർത്തോണം. കുഴപ്പമില്ല അല്ലേ? താങ്കൾ ബില്ല് കൊടുത്തോളെങ്കിൽ എനിക്ക് കിഡ്നി 2 ഉള്ളൂ, എനിക്ക് കിഡ്നി ആവശ്യമാണ്. ഓക്കെ, നീ 2 ഓൾഡ് മങ്ക മൊട്ടത്തലയും. ഓ, പുള്ളി ഓൾഡ് മങ്കിന്റെ ആളാണ് കേട്ടോ. ഓൾഡ് മങ്ക് പെഗിന് അല്ല, ഐ മീൻ 30ക്ക് 220 ആണ്. അപ്പൊ 2 പെഗ് ഓൾഡ് മങ്ക്. അവന്റെ മുഖം എടുക്കണ്ട, കല്യാണപ്രായമായിട്ടിരിക്കുക. 2 പെഗ് ഓൾഡ് മങ്ക്. പിന്നെ കിട്ടിയില്ല. രണ്ട് സ്വർണ്ണപ്പ് ഓറഞ്ച് ഇല്ല. പിന്നെന്താണ്? റെഗുലർ മാത്രമേ ഉള്ളൂ. പറയാൻ വന്ന കാര്യം, അതായത് നിങ്ങളിപ്പോ ഞാൻ അവിടെ നോയ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ദൂരെ ഇരിക്കാത്ത കേട്ടോ. അതായത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ പെഗ് റേറ്റ് ആണ് നിങ്ങൾ കണ്ടത്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ നിങ്ങൾക്കറിയാം, എനിക്കിവിടെ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ട്. പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആനുവലി നിങ്ങൾ 12,000 to 15,000 അടച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രീമിയം മെമ്പർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എനിക്കത് ഉള്ളത് കൊണ്ടാണ് എനിക്ക് എല്ലാത്തിലും ഫുഡ് ആൻഡ് ബിവറേജിൽ ഇവിടെ എനിക്ക് 50% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ 220 ആണെങ്കിൽ കംപ്ലീറ്റ് ബില്ലിന്റെ 50%, അതായത് നമ്മളിപ്പോൾ എത്ര സാധനം മേടിക്കുന്നു, ഫുഡ് ആൻഡ് ലിക്വർ അല്ലെങ്കിൽ ലിക്വർ മാത്രമാണെങ്കിലും എനിക്ക് 50% ഡിസ്കൗണ്ട് ഇവിടെ അലോഡ് ആണ്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇവിടെ വരുന്നത് 5 സ്റ്റാർ ഹോട്ടൽ ഇടക്കിടക്ക്. അപ്പോൾ ഓൾഡ് നമുക്ക് 220 ആണെങ്കിൽ നമുക്ക് അതിന്റെ 50% ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. സോ അതാണ് കാര്യങ്ങൾ. ഇനി എന്തായാലും കാര്യങ്ങളൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം. ഇത് കേൾക്കുമ്പോൾ വേണേ ഒരാൾക്ക് തോന്നും, എടാ അന്നാ ഓൾഡ് മങ്ക് വേണ്ട, വേറെ വല്ല മതി എന്നൊക്കെ തോന്നും അല്ലേ? ഇല്ല, എവിടെ പോയാലും എന്താണ് ഓൾഡ് മങ്ക് വിട്ടുള്ള കളിയില്ലല്ലേ? ഓക്കെ, ഒരാൾ റെക്കമെൻഡ് ചെയ്ത പാട്ടാണ്, അത് കഴിയട്ടെ. റെക്കമെൻഡേഷൻ ഉണ്ട്, അത് കഴിയട്ടെ. എന്തായാലും വേറെ ആരോ റെക്കമെൻഡ് ചെയ്ത പാട്ടാണ്, നമ്മുടെ പയ്യനാണത്. പറഞ്ഞാ മതി നീ. ക്യാഷും നമ്മൾ പറയുന്ന പാട്ട് അവൻ പാടും, അവൻ അറിയാമെങ്കിൽ അവൻ പാടും അത്. അപ്പൊ എന്തായാലും 2 ബിയറും കൂടെ പറയണല്ലോ. ഏത് ബിയർ വേണം? എനിക്ക് ബഡ്വൈസർ മതി, അതായിരിക്കും ബെറ്റർ. മധ്യലോകത്തിന് മധ്യകുമാരൻ എത്തി. എന്തിനാ ഐസ് കട്ടക്കത്താണ് ഒഴിക്കാൻ പോണത്? ഓൾഡ് മങ്കൊക്കെ അവിടെയാണ്, മൊട്ടത്തലേന്റെ ആൾ അവിടെയാ. ഏത് നീ പറഞ്ഞെന്തോ?
സിമ്രാനോ? ശരി, ഇവിടെ വരുന്നുണ്ടോ കൊല്ലം? ഇതെവിടെയത്? സീഗിള സീപ്പേ അതെവിടെയാ? അത് വരാം, അതേക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒഴിച്ചോ? ഇത് ഒഴിച്ചെങ്കിലല്ല തണുപ്പ്. അപ്പോ ഐറ്റംസ് എല്ലാം വന്നു. ബ്രോ റെഡി ആയോ? താങ്കളുടെ മുതൽ ഏതാണെന്ന് വെച്ചാൽ താങ്കൾ എടുത്തോളൂ. ബിയർ എനിക്കാണ്. അപ്പൊ ഞാൻ എടുത്തോട്ടെ? എടുത്തോ. ഓക്കെ, പിടിച്ചോ. ഇതാണ് ഐസ് കട്ട മുറിച്ചെടുക്കുവാണോ? ഓരോ ഐസ് മതിയോ? ഒഴിച്ചോ ഒഴിച്ചോ. വീട്ടിൽ മാത്രം ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, കുറച്ചൊഴിക്കുക, ഇടുക. അന്തസ് അടിക്കല്ലേ. സോഡ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ താങ്കളുടെ കൂടെ കുറച്ച് വീഡിയോസിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ താങ്കൾ എപ്പോഴും ഈ ഓൾഡ് മങ്ക് തന്നെ പ്രിഫർ ചെയ്യുന്നതിന്റെ കാര്യം? കാരണം താങ്കൾ ഇതിനു മുമ്പ് കൂടുതലും എപ്പോഴും പ്രിഫർ ചെയ്തിരുന്നത് മോർഫിയസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കല്യാണ രാവിനകത്തെല്ലാം നമ്മൾ കല്യാണ രാവിന് ഇപ്പൊ ആൽബം ഒന്നുമല്ല, കല്യാണ രാവ് വീഡിയോക്കത്തെല്ലാം താങ്കൾ മോർഫിയസ് ഒള്ളിയാണ്. അപ്പോൾ എന്ത് പറ്റി ഇപ്പോ ബ്രാൻഡ് മാറ്റി? ഇപ്പോ മോർഫിയസ് ആണെങ്കിൽ നമ്മൾ ഡെയിലി ഒരു 2-3 പെഗ് അടിക്കുവാണെങ്കിൽ, അതെ, മോർഫിയസ് അങ്ങനെ ബ്രാൻഡി സെറ്റപ്പ് ആണെങ്കിൽ മോർഫിയസ് ആണ് ഏറ്റവും ബെറ്റർ. അതെ, അടിയിച്ചിരി കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓൾഡ് പെഗ് അടിച്ചാലും. അതെ, അപ്പൊ അടുത്ത ചോദ്യം, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ താങ്കളുടെ ഇപ്പൊ മദ്യപാന ഇത്തിരി കൂടിയിരിക്കുകയാണ്. അതെ, പക്ഷെ അതിപ്പോ ഞാനിപ്പോ പുള്ളിയായിട്ട് ചാനൽ കൊണ്ടുവന്നാൽ തന്നെയും ഞാനിപ്പോ, കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടവര് പോലും അമിതമായിട്ട് മദ്യപിക്കുന്നവര് മദ്യപാനം കുറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എന്റെ ഒരു ഉറപ്പുള്ളൊരു ധാരണ എന്ന് പറഞ്ഞാൽ താങ്കൾ എന്റെ കൂടെ കൂടിയാൽ താങ്കളുടെ ഈ മദ്യപാനം തന്നെ ഒരു പക്ഷേ കുറഞ്ഞു പോകും. ദാറ്റ്സ് ഡെഫിനറ്റ്. നിർത്തുവാണ്. ഓക്കെ, ആ പുതിയൊരു സ്ഥലത്ത് വർക്കിന് കയറിയല്ലോ അല്ലേ? ഓക്കെ, ദാറ്റ്സ് ഗുഡ് ബ്രോ. അപ്പൊ എന്തായാലും ഓൾഡ് മങ്ക് ഇപ്പൊ 2 കളറായല്ലോ, രണ്ടും. അത് ലെമൺ ഇട്ട് 2 ലെമൺ കിടക്കുന്നു. അതങ്ങനെ പെറ്റി വരികയാണ് തീർന്നുകൊണ്ട്. ആദ്യം ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോ ഓൾഡ് അടിച്ചാലും മറ്റേ ഞാൻ ഈ 5 പെഗ് മറ്റേ 60 ഇല്ല ഞാൻ പറയുന്നത്, തേട്ടി വെച്ചാ അടിക്കുന്നത്. അതെ, തേട്ടി വെച്ചൊരു 5-6 പെഗ്. അപ്പം 5-6 30 3 പെഗ് എന്ന് പറയാൻ പറ്റും. അതെ, ഓക്കെ ഓക്കെ ഓക്കെ, അത് കറക്റ്റാ. കലക്കി അടിക്കാൻ പോണം. ആ കലക്കി ഒറ്റ കലക്കി തെളിച്ച് പോകണം. അടിച്ച് ഒറ്റടി അടിക്കുമോനെ. ഓക്കെ, ഞാനിവരെ റമ്മിനകത്ത് ഞാൻ ഒരിക്കലും ലെമൺ ടീ കഴിച്ചിട്ടില്ല. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും നമുക്ക് ഒരു നാൾ ട്രൈ ചെയ്യും അല്ലേ? ഒരു മണി ആ ഒരു ലെമൺ എടുത്തിട്ട് ഈ ബിയറിന് തീർന്നാവും ലെമൺ കിട്ടോ. ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എത്ര മണി? ഞാൻ കോവിഡിനകത്ത് അല്ല, കൊറോണയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ ബിയറിനകത്ത് ഇട്ടിട്ടുണ്ടോ എന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് ഓർമ്മയുള്ളത് പോലും ഉണ്ട്. നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റിയൊരു പക്ഷേ എന്തായാലും ലെമൺ ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടോ എന്നുള്ള ഓർമ്മയില്ല. എനി ഹൗ ഐ ആം ഗോണ ട്രൈ ദിസ്. കൊള്ളാം. ഞാനും ഡ്രങ്കനും കൂടാണോ ഞാനും വാട്ടർമാനും കൂടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും കഴിച്ചിട്ടുണ്ട്. താങ്കൾക്ക് ധൃതി ഉണ്ടെങ്കിൽ താങ്കൾ ഒഴിച്ചോളൂ. എന്താ മറ്റേ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ കുടിക്കുന്ന, ഏതാ ഈ ആയുർവേദ സാധനം? അരിഷ്ടം. അരിഷ്ടം പോലൊക്കെയാണല്ലോ നീട്ടി അളന്നൊക്കെ ഒഴിക്കുന്നത്. കഷായം. ഓക്കെ, ഐസ് വേണ്ട. പുള്ളിക്കാരൻ ധൃതി ഉള്ളതുകൊണ്ടാട്ടോ ഞാനിപ്പോഴും ഇതിൽ പടച്ചിരിക്കുകയാണ്. ഇല്ല, ഞാൻ ഇതും കൊണ്ടിരിക്കാനായിട്ട് കുറെ നേരമായി. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള റിയൽ ബിസിനസ്സിലേക്ക് കിടക്കാൻ. നാരഞ്ഞ കയറി അടഞ്ഞു. ഇതൊക്കെയാണേ. ഞാൻ അടിച്ചോട്ടെ? താങ്കൾ വെയിറ്റ് ചെയ്തിരിക്കുവാന്നല്ലേ? ഇതെല്ലാം നമ്മൾ മാറ്റിയെടുക്കും മച്ചാനെ. ഒരു നോക്ക്.
ഓക്കെ വെയിറ്റ്. ഇന്ന് ഇച്ചിരി സെറ്റ് ആട്ടോ. അതെനിക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലാവും. ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ, മാറ്റിയെടുക്കാം നമ്മള്. 2 days. അത്രേ ഉള്ള കാര്യം. അപ്പൊ എന്തായാലും ഇനി Smirnoff the real deal. ഗൈസ്, അതുപോലെ തന്നെ നമ്മൾ MDTV ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ആൽക്കഹോൾ കണ്ടന്റ് കുറയ്ക്കും. പക്ഷേ ഒരുമാതിരിപ്പെട്ട എല്ലാ വീഡിയോസിലും ആൽക്കഹോൾ കണ്ടന്റ് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്നിരുന്നാലും ഇനി അതിനൊരു മാറ്റം ഉണ്ടാവും. ഇപ്പൊ അടിക്കരുത്, ഇനി ഞാനൊന്ന് സെർവ് ചെയ്യട്ടെ. ഓ ഐസില്ല, ഞാൻ ഇടാൻ പോവാ. That's mandatory. ഒരു നോക്കി മതി. Oh yeah. No. It's for the final cheers. Okay. ഫൈനൽ ചേർസ് വയ്ക്കും. ഒരാളെ എനിക്കറിയാം തീർച്ചയായിട്ടും. ഒരാൾ അടിക്കാനെല്ലാം മനസ്സുകൊണ്ട്, അല്ലേ, നമ്മുടെ ഡ്രങ്കൻജീനെ പോലെ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞിട്ട് അയാളെ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡ്രങ്കൻ എവിടെ നിന്നൊക്കെ പറയാം. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, അത് പറയേണ്ടതായിട്ടുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ ടു കീപ്. ബിയർ ഇങ്ങനെ തട്ടിയെടുത്ത്